അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള മോമിനീങ്ങളെ മോമിനാത്തുകളെ, വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട, വളരെയധികം സ്നേഹിച്ച പ്രവാചകനാണ് നമ്മുടെ അന്ത്യപ്രവാചകനായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളമാണോ ഏതെല്ലാം നിലക്ക് കഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പഠിച്ചതുമാണ്. എന്നാൽ ഈ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതും വളരെയധികം അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടതും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് എത്തിയതുമായ പ്രവാചകൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് നാം ഓരോരുത്തരും പഠിച്ചു വെച്ചതാണ്. അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും തന്നെയല്ല. മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. അത്രത്തോളം കഷ്ടപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മല വേണമെങ്കിൽ തന്നെ, ഒരു കുന്ന് വേണമെങ്കിൽ തന്നെ സ്വർണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ആവശ്യമില്ല, എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കഷ്ടപ്പാടിൻ്റെ ജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിച്ചാലാണ് യഥാർത്ഥ മുസ്ലിം ആവുക, മുഅ്മിനാവുക, അള്ളാഹു ഇഷ്ടപ്പെടുക. അങ്ങനത്തെ പ്രവാചകനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലിഞ്ഞ് ഇല്ലാതായി പോകും. അള്ളാഹു സുബ്ഹാനഹു തആല മുത്ത് റസൂലുള്ളാഹിൻ്റെ ജീവിതം മനസ്സിലാക്കി, മുത്ത് റസൂലുള്ളാഹിൻ്റെ ചര്യകളെ മനസ്സിലാക്കി, മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി, മുത്ത് റസൂലുള്ളാഹിൻ്റെ ദീനിനെ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനായിരിക്കണം നമ്മളെ പ്രവർത്തനമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.